ഒരു ഒരു ചെറുപ്പത്തിൽ നമ്മൾ കണ്ടതും കേട്ടതുമായ സംഭവങ്ങൾ ഒരു 10-20 വർഷത്തിന് ശേഷമുള്ള ആളുകൾ ഓർക്കണമെന്നില്ല, അല്ല അവരറിയണമെന്നില്ല. അവരറിയണമെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെ ആർട്ടിലൂടെയോ ഈ സാധനം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരണം. ഈ പറയുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ ജേർണലിസ്റ്റ് ആയതാണ്. ഞാൻ ശരിക്കും ഒരു തരത്തിലും ജേർണലിസത്തിന് പറ്റിയ ആളല്ല. ആക്സിഡന്റൽ ജേർണലിസ്റ്റ് എന്ന് പറയാം. നമ്മൾ കണ്ടതും കേട്ട് നമ്മളോട് സംസാരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണം. അത് കഥാപാത്രങ്ങളിലും ഉണ്ടാവും. അത് ബോധപൂർവം ചെയ്യുന്നതല്ല. നമ്മളൊരു ക്യാരക്ടറിനെ ആലോചിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും കണ്ട 1-2 പേരുടെ ഷെയ്ഡുകൾ അതിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ആ ക്യാരക്ടറിന് ഒരു ലൈഫ് കിട്ടും. ഈ ചില രാഷ്ട്രീയവും ചില കാര്യങ്ങളും പറയണമല്ലോ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ള പഴയ ഇതുപോലെ നമ്മൾ ചോദിച്ചു വാങ്ങണം അവകാശങ്ങൾ. ഇത് സിനിമയാക്കാൻ വേണ്ടി പുസ്തകമോ കഥയോ ഞാൻ ഇന്നും വരെ എഴുതിയിട്ടില്ല, ഇനി എഴുതത്തുമില്ല. അത് വേറൊരു ക്രാഫ്റ്റും വേറൊരു മീഡിയം അല്ലേ. ചെറുകഥ എന്ന് പറയുന്നതിൽ നോവലേറ്റ്, ചെറിയ നോവലേറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞു ജോലി രാജിവെക്കാനൊക്കെ തോന്നിയിട്ടുണ്ടെന്ന്. മാധ്യമപ്രവർത്തകനായിരുന്നു. ഇപ്പോ മാധ്യമപ്രവർത്തകരെ ആളുകൾ കളിയാക്കി ഞാൻ ജസ്റ്റ് മിസ്. അപ്പോ എന്താന്ന് വെച്ചാൽ ഈ മാധ്യമപ്രവർത്തനം എപ്പോഴെങ്കിലും ഈ പുസ്തകം എഴുതി സിനിമ എഴുതി അതിനെ സ്വാധീനിച്ചിട്ടുണ്ടോ കണ്ട ആളുകൾ? ഉറപ്പായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പറയുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ ജേർണലിസ്റ്റ് ആയതാണ്. ഞാൻ ശരിക്കും ഒരു തരത്തിലും ജേർണലിസത്തിന് പറ്റിയ ആളല്ല. ആക്സിഡന്റൽ ജേർണലിസ്റ്റ് എന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ജേർണലിസ്റ്റിന് ബേസിക് ആയിട്ട് വേണ്ട സാധനം ഒരാളോട് സംസാരിക്കണം. ഒരു സ്ഥലത്ത് പോയി ഞാൻ ജേർണലിസ്റ്റ് ആണെന്ന് ഒരു കാര്യം പറഞ്ഞാൽ മതി, ഒരു 10 സ്റ്റോറി നമുക്ക് കിട്ടും. പക്ഷെ അതുപോലും മടിയുള്ള ഒരാളാണ് ഞാൻ എങ്ങനെയോ ജേർണലിസ്റ്റ്. ഡെസ്കിൽ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു, ഡെസ്കിൽ ജോലി ചെയ്യാൻ. പക്ഷേ റിപ്പോർട്ടിങ്ങിൽ ഞാൻ വൻ പരാജയമായിരുന്നു. എനിക്ക് ആളുകളോട് ഒരു സ്റ്റോറി സംസാരിക്കാൻ പല ആംഗിൾ എടുക്കാൻ പോലും അറിയത്തില്ല. അവർ പറയുന്ന സാധനം കൃത്യമായിട്ട് കേട്ട് ഞാൻ അതിൽ തന്നെ ഈ എഴുതാനുള്ളൊരു ചില ടെക്നിക്കുകൾ അറിയാവുന്നതുകൊണ്ട് പിടിച്ചു നിന്നതാണ് കുറേ കാലം. പിന്നീട് ഗൃഹലക്ഷ്മിയിൽ ജോലി ചെയ്ത കാലത്ത് ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ ഡെസ്ക്കാണ്, സോഫ്റ്റ് സ്റ്റോറീസാണ്. മനോരമയിലെ സംബന്ധിച്ചാൽ അത് മനോരമയിൽ ജേർണലിസ്റ്റ് ആയിരുന്നു, പത്രത്തിൽ. അത് ശരിക്കും നല്ല സ്കില്ല് വേണ്ട ഒരു പണിയാണ്. അപ്പം എനിക്കത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ഞാൻ പരാജയപ്പെടാൻ പോവാണെന്ന്. പക്ഷെ ഒരു ഘട്ടത്തിൽ രാജിവെച്ചു. പിന്നെ അത് ഉറപ്പായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പരിചയപ്പെടുന്ന മനുഷ്യർ, നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾ, അവരുടെ ജീവിതം, നമ്മളൊരു ക്യാരക്ടറിനെ ആലോചിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും കണ്ട 1-2 പേരുടെ ഷെയ്ഡുകൾ അതിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ആ ക്യാരക്ടറിന് ഒരു ലൈഫ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ജീവൻ അതിന് കിട്ടും. അപ്പോൾ ആ രീതിയിൽ എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല എഴുത്തിലും ഇപ്പോൾ നമ്മൾ ഡയലോഗുകൾ എഴുതുന്നത്, കാരണം ജേർണലിസത്തിലെ എഴുത്ത് വളരെ പ്രിസൈസാണ്. നമുക്ക് ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. സ്റ്റോറികൾക്കൊക്കെ ഒരു മിനിമം വലിപ്പം അല്ലേ പറ്റത്തുള്ളൂ. അപ്പം എന്താ പറയുക, ഡയലോഗുകളാണെങ്കിൽ പോലും കുറേ കൂടെ പ്രിസൈസ് ആവാൻ, ക്ലിനിക്കലാവാൻ ജേർണലിസ്റ്റിക് എഴുത്ത് സഹായിച്ചിട്ടുണ്ട്. മഴയൊക്കെയാണ് പുറത്ത്. എങ്ങനെയുണ്ട് കഫേ? കഫേ കൊള്ളാം. ഒരു സ്ഥിരം സ്പോട്ടാണ് LMN കഫേ. അത്യാവശ്യം നമുക്ക് ഫോട്ടോ വൈബടിക്കാനും വേണമെങ്കിൽ എഴുതാനും ആയിട്ട് വരാൻ പറ്റുന്ന ഒരു കഫേയാണ്. അപ്പോൾ നമ്മുടെ ഈ ആളുകൾ പറയുന്നുണ്ട് തമിഴ് സിനിമയിലൊക്കെ ഒരുപാട് അവകാശ രാഷ്ട്രീയം പറയുന്ന സിനിമകളുണ്ട്. സ്പെഷ്യലി കാല, ഒരു കമേഴ്ഷ്യൽ ഫിലിമ പാരഞ്ചത്തിന്റെ. പക്ഷെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഭൂമിയുടെ അവകാശ രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നത്. ടങ്കാലൻ ഇറങ്ങിയിട്ട് പക്ഷെ കേരളത്തിൽ അത്രയധികം അത് ചർച്ചയായിട്ടില്ല എന്ന് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടോ തമിഴ് സിനിമയിൽ നിന്ന്? അല്ലെങ്കിൽ തമിഴിൽ ഇത്രയൊക്കെ ചിത്രങ്ങൾ വരുന്നു, എന്തുകൊണ്ട് നമുക്ക് മലയാളത്തിലില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല. നമ്മൾ ഈ സബ്ജക്ട് പിടിച്ച ആ സബ്ജക്റ്റിന് ഏറ്റവും എന്താ പറയുക, ഏറ്റവും ജെന്യുവൻ ആയിട്ടും ഏറ്റവും ഓർഗാനിക് ആയിട്ടും ഡെവലപ്പ് ചെയ്യുക, എഴുതുക എന്നുള്ളത് ഞാൻ റൈറ്റർ എന്നുള്ള നിലയിൽ എടുത്തിട്ടുള്ളൂ. അനുരാജ് ആണെങ്കിലും വിഷ്വലൈസ് ചെയ്യുന്ന സമയത്തും ഇത് നമുക്ക് പല രീതിയിൽ എടുക്കാവുന്ന ഒരു കഥയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡയമെൻഷനുകൾ ആളുകൾ ചർച്ച ചെയ്യുള്ളൂ. ഇത് വളരെ കുറച്ച് പേര് കാണുന്ന ഒരു സിനിമയായിട്ട് വേണം എടുക്കാം, അക്കാദമിക് പടമായിട്ടൊക്കെ എടുക്കാം. പക്ഷേ അതുകൊണ്ട് ഈ പറയുന്ന ഈ പൊളിറ്റിക്സിന് ഏതെങ്കിലും തരത്തിൽ ചർച്ചയാവോ ഗുണം കിട്ടുകയോ ചെയ്യണമെന്നില്ല. മാത്രമല്ല പിന്നെ പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടണം. ഇപ്പം അതും ഒരു വലിയ ഘടകമാണല്ലോ. ഇതൊരു ബിസിനസ്സും ഇൻഡസ്ട്രിയും ഒക്കെ അല്ലേ. അപ്പം അതുകൊണ്ടാണ് ആ രീതിയിലുള്ളൊരു കൊമേഴ്ഷ്യൽ ട്രീറ്റ്മെന്റ് പിടിച്ചത്. നേരത്തെ ഈ ജെൻസി പിള്ളേരുടെ കാര്യം പറഞ്ഞു. അപ്പോൾ എഴുതുമ്പോൾ എപ്പോഴെങ്കിലും ഒരു തോട്ട് ഉണ്ടായിരുന്നോ, എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു തോട്ട്? അങ്ങനെയില്ല. എഡ്യൂക്കേറ്റ് ചെയ്യാനാണെങ്കിൽ വളരെ എളുപ്പമല്ലേ. ഇപ്പോൾ നമുക്കൊരു 10-20 വർഷം മുമ്പില്ലാത്ത എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. നമുക്കിപ്പം പണ്ട് നടന്ന ഏത് ഇഷ്യൂവിനെ പറ്റിയും ഇപ്പം യൂട്യൂബിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നെറ്റിൽ അവൈലബിൾ ആയ എല്ലാ മെറ്റീരിയലുകളും ഒരുപാട് പേര് പറഞ്ഞു. എനിക്ക് വളരെ കോളേജ് വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഇത് ഈ പടം കാണുമ്പോൾ അറിയില്ല ഇങ്ങനെ സംഭവം ശരിക്കും
അല്ലെങ്കിൽ ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളത് പിന്നീട് യൂട്യൂബിൽ തപ്പി വീഡിയോസൊക്കെ കാണുകയും അതിനെപ്പറ്റി വായിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അത് നമുക്ക് വളരെ സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. കാര്യം ഇപ്പം നമ്മളിപ്പം പല കാര്യങ്ങളുണ്ടെന്നേ നമ്മളുടെ ഒരു 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 ചെറുപ്പത്തിൽ നമ്മൾ കണ്ടതും കേട്ടതുമായ സംഭവങ്ങൾ ഒരു 10-20 വർഷത്തിന് ശേഷമുള്ള ആളുകൾ ഓർക്കണമെന്നില്ല, അല്ല അവരറിയണമെന്നില്ല. അവരറിയണമെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെ ആർട്ടിലൂടെയോ ഈ സാധനം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരണം. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുണ്ട് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ മറ്റേ പാരന്യത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പുള്ളി എപ്പോഴും പറയാറുണ്ട് ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, സിനിമാക്കാരൻ എന്നതിലുപരി ഒരു രാഷ്ട്രീയക്കാരനാണ്. കാരണം സായുധ വിപ്ലവം എന്തെങ്കിലും ഒരു രാഷ്ട്രീയമല്ല പറയുന്നത്, പക്ഷെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഉള്ള ആശയമാണ് പറയുന്നത്. വേടൻ ഇബ്ബോ പാട്ട് എഴുതിയിട്ടുണ്ട്, വളരെ ശക്തമായിട്ടുള്ള ലിറിക്സ് ആണ്. അപ്പോ ജാതി പറയുന്നവരെ ആളുകൾ നോക്കി കളിയാക്കുന്നത്, അതായത് നിങ്ങളാണ് ജാതി പറയുന്നത്, ജാതിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, അത് ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്. പാരഞ്യത്തിനെതിരെ അത്തരത്തിലുള്ള ഹേറ്റ് ക്യാമ്പയിൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വേടനെതിരെയും ഉണ്ടാവുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? അത് ഈ നമ്മളുടെ ഉള്ളിലുള്ള ഒരു സവർണ്ണബോധം കൊണ്ടിട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഈ സംവരണത്തിനെതിരെയൊക്കെ ആളുകൾ സംസാരിക്കുമല്ലോ. സംവരണം കൊടുക്കുന്നത് എന്തിനാണ്? നൂറ്റാണ്ടുകൾ വിദ്യാഭ്യാസത്തിന് ഒരുതരം അവകാശവും കൊടുക്കാതിരുന്ന മനുഷ്യരാണ്. അപ്പം അവരുടെ 150 വർഷത്തിനുള്ള കടം വീട്ടുന്നതാണ് ഇപ്പം. അപ്പോൾ അതിനെയൊക്കെ പോസിറ്റീവായിട്ട് തന്നെ കാണും. പിന്നെ ഈ ചില രാഷ്ട്രീയവും ചില കാര്യങ്ങളും പറയണമല്ലോ. ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ള പഴയ ഇതുപോലെ നമ്മൾ ചോദിച്ചു വാങ്ങണം അവകാശങ്ങൾ. ഈ ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും ഒരേ ഇതാണ് കൊടുക്കുന്നത്. പക്ഷേ ജാതിയുടെ പേരിൽ നല്ല നിറത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും ഒക്കെ കുറേ ആളുകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, നല്ല ജീവിതത്തിനുള്ള അവകാശം, കൃഷി ചെയ്യാനുള്ള അവകാശം, ഇതെല്ലാം നിഷേധിക്കപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് അവർ പ്രതികരിക്കണം, അവകാശം പറയണം, എങ്കിലേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ നേരത്തെ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു, പല്ലാശ്ശേരി തീസിസ്. ഞാൻ ഒരുപാട് ആളുകൾ എഴുതിയിട്ട് കണ്ടു. പല്ലാശ്ശേരി തീസിസ് എന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴേ അബിൻ ജോസഫിനെ കാണണം, സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. അപ്പോ ആ ഒരു കഥയിലായാലും ഈ ഒരു സിനിമയിലായാലും ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രങ്ങളാണുള്ളത്. പക്ഷെ അവര് ചിലപ്പോൾ ജയിച്ച സ്ത്രീകളായിരിക്കണമെന്നില്ല, വെരി ബ്രോക്കൺ ആണ്. പക്ഷെ അത് എപ്പോഴെങ്കിലും ലൈഫിൽ കണ്ണു മറന്ന സ്ത്രീകളാണോ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യപ്പെടണമെന്ന് തോന്നിയ സ്ത്രീകളാണോ? അങ്ങനെ ചോദിച്ചാൽ അതെല്ലാം ഉണ്ടാവും. നമ്മൾ കണ്ടുമുട്ടിയതും നമ്മളുടെ സൗഹൃദത്തിലുള്ള സ്ത്രീകളും ഒക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ക്യാരക്ടർ എഴുതുമ്പോൾ, ചില ഡയലോഗുകൾ എഴുതുമ്പോൾ. അപ്പോൾ ഇതിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ട്, ചില കാര്യങ്ങൾ പറയാതെ മനസ്സിലാക്കാന്നുള്ളത്. അതൊക്കെ പല ആൾക്കാരും എന്നോട് പറഞ്ഞു, അതൊരു ലൈഫിൽ പറഞ്ഞിട്ടുള്ള ഡയലോഗാണ്, ബോയ് ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ പാർട്ട്ണറോടോ ഒക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗാണെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ കണ്ടതും കേട്ടതും നമ്മളോട് സംസാരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. അത് കഥാപാത്രങ്ങളിലും ഉണ്ടാവും. അത് ബോധപൂർവം ചെയ്യുന്നതല്ല, നമ്മളൊരാളെ ഇതിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് ബോധപൂർവം ചെയ്യുന്നതല്ല. പക്ഷേ നമ്മൾ പോലും അറിയാതെ അത് വരും. അത് സ്വാഭാവികമാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഉറപ്പായിട്ട് വരും. പിന്നെ ഈ ജയപരാജയങ്ങളെല്ലാം ആപേക്ഷികമല്ലേ, നമ്മളതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിന് ഒക്കെ അല്ലേ. ജീവിതത്തിൽ അങ്ങനെ പരാജയം എന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലുമൊക്കെ തരത്തിൽ വിജയവുമാണ്. അതേസമയം നമുക്ക് ഈ പറയുന്ന നല്ല പരാജയങ്ങളും ഉണ്ടാവും. ഈ കഥ എഴുതുമ്പോൾ വിചാരിച്ചിരുന്നു, നമുക്കൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ആലോചന ഉണ്ടാവില്ലേ, ഇയാൾ നായകനായിട്ടുണ്ടെങ്കിൽ, ഇയാൾ നായികയായിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ക്രിപ്റ്റ് കുറച്ചുകൂടി എനിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നു. ടൊവിനോ ആയിരുന്നു അപ്പോൾ മനസ്സിലുണ്ട്? ഞാൻ ഇന്നത്തെ ടൊവിനായിരുന്നു. ഞാൻ എൻ്റെ സംസാരിച്ച് ഞാൻ കഥ പറയുമ്പോൾ തന്നെ പറഞ്ഞു, ഇങ്ങനെ കഥ എന്ത് ടൊവിനോയ്ക്ക് പറ്റിയാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഞാൻ ടൊവി വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനെയാണ് പോയത്. അപ്പം അത് ഈ കഥാപാത്രത്തിന് ഒരുപാട് ഗ്രാഫുകളും ഒക്കെ ഉണ്ട്. അപ്പം അത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ടൊവിനോ മാത്രമാണ്. മറ്റൊരാളെ പറ്റി ഞങ്ങൾ സംസാരിച്ചിട്ട് പോലില്ല. എന്തായാലും ഞാനും അങ്ങനെ വേറൊരു പ്ലാൻ ബിയിലേക്ക് പോയില്ല. ടൊവി അത് പറയുകയും ചെയ്തുകൊണ്ട് സൂപ്പർ. നേരത്തെ പറഞ്ഞു നമ്മള് കുടിയേറി കണ്ണൂരിൽ വന്ന ആളാണ്. ഈ പുസ്തകത്തിലായാലും ഈ മൈഗ്രേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് ലൈഫിൽ നിന്ന് എന്തെങ്കിലും ഇൻസ്പയർഡ് ആയതാണോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും കേടുകൾ എന്നൊക്കെ പറയുന്നത്? അങ്ങനല്ല. ഞാൻ കുടിയേറ്റക്കാരനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിയേറ്റത്തിന്റെ ബാക്കിയാണ്. അപ്പനും അമ്മയൊക്കെയാണ് കുടിയേറിയത്. അപ്പനൊക്കെ 68-ലാണ് കോട്ടയത്ത് നിന്ന് അങ്ങോട്ട് വരുന്നത്. മമ്മിയും ഒക്കെ എനിക്ക് തോന്നുന്നു 70-കളിലാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ജീവിത രീതിയൊക്കെ വ്യത്യാസമായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും കപ്പ കൃഷിയും സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അന്ന് മലബാറിൽ അത്ര സജീവമല്ലല്ലോ. അപ്പം അത് ഉറപ്പായിട്ടുണ്ട്. കാരണം പിന്നെ എനിക്ക് തോന്നിയിട്ടില്ല, ഞങ്ങളുടെയൊക്കെ ഫാമിലിയിലെ ഒരുപാട് ആളുകൾ ഇപ്പോൾ വിദേശത്താണ്. അപ്പോൾ വേറൊരു തരം കുടിയേറ്റം നടക്കുന്നുണ്ട്. ആ കുടിയേറ്റത്തിൻ്റെ DNA അതുപോലെ സംഭവിക്കുന്നുണ്ട്, അതിന് മാറ്റം ഉണ്ടാകുന്നില്ല. ഒത്തിരി പേര് വിദേശ രാജ്യങ്ങളിലാണ് പഠിക്കാനും ജോലിയൊക്കെ പോകുന്നത്, പിന്നീട് അവിടെ സെറ്റിൽഡ് ആകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ആ ഒരു ജനറ്റിക്കൽ
മേ ബി അങ്ങനെ ആവാനുള്ള സാധ്യത ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഇതിങ്ങനെ ആവർത്തിക്കില്ല. തലമുറകൾ കഴിയുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്ഥലങ്ങൾ മാറുന്നു എന്നുള്ളത്. അന്ന് ഇപ്പം തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലായിരുന്നെങ്കിൽ ഇപ്പം നേരെ വിദേശത്തേക്കൊക്കെ പോവാണ്. അപ്പം ആ പ്രോസസ്സും ആ ഒരു ജന്മസ്വഭാവത്തിനും മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു വീഡിയോയില് ഒരു ഇന്റർവ്യൂല് കണ്ടു കേരളം വിട്ട് പുറത്തു പോകാൻ താല്പര്യമുണ്ട്. എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇവിടെ തന്നെ ഒരു തരത്തിലും രക്ഷയില്ലെങ്കിൽ പോലും. അതെ, അല്ല അതുകൊണ്ടല്ല, ഞാനിവിടുമായിട്ട് ഒരിക്കലും അങ്ങനെ ആലോചിച്ചിട്ടില്ല. പുറത്ത് എന്തെങ്കിലും അതിനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എല്ലാ കാലത്തും, ഇപ്പോഴും കൊണ്ട് വേണമെങ്കിൽ പോവാം. പക്ഷെ അങ്ങനെ നിലവിലും എനിക്കങ്ങനെ ആഗ്രഹമില്ല. എനിക്ക് ഇവിടെയൊക്കെ തന്നെ അങ്ങ് നിന്ന് പോവാന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു റിട്ടയർഡ് മാധ്യമ പ്രവർത്തകനാണോ അപ്പോ ഇപ്പോ സിനിമ എന്ന ലക്ഷ്യമിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് പുസ്തകം എഴുതിയത്. ഇനിയിപ്പോ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു സിനിമ ചെയ്യാൻ. അപ്പോൾ സിനിമയിലേക്ക് ഇപ്പോൾ ആകർഷിച്ചു വരുന്ന കുട്ടികളുണ്ടാവും. ഇപ്പോൾ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് അവരോട് എന്താണ് ഒരു ഇൻസ്പിറേഷനാണ് ഇപ്പോൾ താങ്കൾ ഒരുപാട് പേർക്ക് പറയാനുള്ളത്? തിരക്കഥ എഴുതാൻ എളുപ്പമാണ്. 5 ദിവസം കൊണ്ട് എഴുതാം, 10 ദിവസം കൊണ്ട് എഴുതാം, 1 മാസം കൊണ്ട് എഴുതാം. പക്ഷെ അത് സിനിമയാക്കാനുള്ള ഒരു യാത്രയുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രയാസകരമായ അവസ്ഥ. നമ്മൾ കാരണം ഇത് എഴുതാനും പ്രശ്നമൊന്നുമില്ല. നമുക്ക് പേന പേപ്പർ ഉണ്ടെങ്കിൽ ഇരുന്ന് എഴുതാമല്ലോ, അല്ലെങ്കിൽ ലാപ്പോ മൊബൈലോ കൊണ്ട് എഴുതാം. ഇതൊരു സംവിധായകൻ അതിൽ ഓക്കെ ആവണം. അതിനുശേഷം ഒരു ആർട്ടിസ്റ്റ് വേണം, പ്രൊഡ്യൂസർ വേണം, ഇത് ഷൂട്ട് ചെയ്യണം, ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ നടത്തണം, ഇത് റിലീസ് ചെയ്താലേ സിനിമയായി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനിടയിൽ പല പ്രതിസന്ധികളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാക്കും. നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു മൊറയിൽ നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ പറയുന്നൊരു കഥ ഒരു ഡയറക്ടർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടത് പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നായകന് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ഇതൊരു ഇൻഡസ്ട്രി അല്ലേ. അപ്പം നമ്മൾ ആ മൊറയിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവസാനം വരെ, പടം നടക്കുന്നത് വരെ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ചിലപ്പം അതൊരു പ്രോജക്റ്റായി അത് മെറ്റീരിയലൈസ് ചെയ്യപ്പെടണമെന്നില്ല. അപ്പം അങ്ങനത്തെ ഒരുപാട് ക്രൈസിസുകളുണ്ട്. ആ ക്രൈസിസുകളും എന്താ പറയുക, ആ യാത്രയാണ് ശരിക്കും ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച്. നമുക്ക് എഴുതുന്നത് മറ്റൊരു ഇതാണ്, പ്രാക്ടിക്കലി ഞാൻ പറഞ്ഞത്. പുസ്തകമാക്കാനുള്ള ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത് അങ്ങനെ സിനിമ ആ രീതിയിൽ ഇല്ല. അങ്ങനെ സിനിമയാക്കാൻ വേണ്ടി പുസ്തകമോ കഥയോ ഞാൻ ഇന്നും വരെ എഴുതിയിട്ടില്ല, ഇനി എഴുതത്തുമില്ല. അത് വേറൊരു ക്രാഫ്റ്റും വേറൊരു മീഡിയം അല്ലേ. ചെറുകഥ എന്ന് പറയുന്നതിൽ നോവലേറ്റ്, ചെറിയ നോവലേറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വേറെ മീഡിയമാണ്. അപ്പം എൻ്റെ തന്നെ ഒരു കഥ അഡാപ്റ്റ് ചെയ്ത് സിനിമയാക്കാനുള്ള ഒരു ആലോചന നടത്തുന്നുണ്ട്. പക്ഷേ അത് ആ കഥ പോലെയല്ല. ആ കഥയുടെ ബേസിക് കോർ മാത്രം എടുത്ത് വേറെ സ്ക്രിപ്റ്റാണ് ഞാൻ എഴുതിയത്. അതിനകത്ത് എലമെൻറ്റുകളുണ്ട്, പക്ഷേ അതിൻ്റെ സ്വഭാവമേ മാറിയിട്ടാണ്. അപ്പം അത് അങ്ങനെ എഴുതിയാൽ ശരിയാവില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ചെറുകഥ എന്ന് പറയുന്ന മീഡിയം ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് ഉണ്ട്. അതിനോട് നമ്മൾ കാണിക്കേണ്ട ഒരു ജെന്യൂൻ അപ്രോച്ച് ഉണ്ട്. അത് കീപ്പ് ചെയ്യുക എന്നുള്ളത്. സിനിമയാവാത്തൊക്കെ രണ്ടാമത്തെ കാര്യം. പിന്നെ സിനിമയാക്കാൻ വേണ്ടി കഥ എഴുതുന്നു, ആ കഥ എടുത്ത് തിരക്കഥയാക്കുന്നത് ഇരട്ടി എഫർട്ട്. അതിൻ്റെ ആവശ്യമില്ല. ആ കഥ നേരെ തിരക്കഥയാക്കിയാൽ മതിയല്ലോ, കഥയായിട്ട് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. എബിൻ ജോസഫ് എന്ന പുസ്തക എഴുത്തുകാരിയും അബിൻ ജോസഫ് എന്ന തിരക്കഥാകൃത്ത്, എന്താണ് രണ്ടും തമ്മിലൊരു വ്യത്യാസം? വ്യത്യാസം വെച്ചാൽ ആ മീഡിയത്തിൻ്റെ വ്യത്യാസമാണ്. ഇപ്പോൾ ചെറുകഥ വേറൊരു മീഡിയമാണ്, തിരക്കഥ വേറൊരു മീഡിയമാണ്. തിരക്കഥ എന്ന് പറയുമ്പോൾ കുറേ കൂടെ വലുതാണ് ഒരു മീഡിയം എന്നുള്ള നിലയിൽ. കാരണം അതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ടാവും, കഥാസന്ദർഭങ്ങളുണ്ട്, കഥാഗതിയുടെ പോക്ക്, വഴിത്തിരിവുകൾ ഒക്കെ ഉണ്ടല്ലോ. അപ്പം അത് എഴുതുക എന്ന് പറയുന്നത് ഇച്ചിരി കുറേ കൂടെ നമുക്ക് അധ്വാനമുള്ളൊരു ജോലിയാണ്. കാരണം പല കഥാപാത്രങ്ങളുണ്ടാവും. അപ്പോൾ ആ കഥാപാത്രങ്ങളുടെ ഒക്കെ മാനസികാവസ്ഥയിലൂടെ പോകണം, അവർ പറയാൻ സാധ്യതയുള്ള ഡയലോഗുകൾ എഴുതണം. അത് കുറേ കൂടെ അധ്വാനമുണ്ട്. പക്ഷേ ചെറുകഥയ്ക്കും അതിനോളമോ അതിന് മുകളിൽ അധ്വാനമുണ്ട്. പക്ഷേ അത് ഭയങ്കര പ്രിസൈസ് ആയിരിക്കണം. നമ്മൾ ഇപ്പോൾ തിരക്കഥയിലുള്ളത്രയും ഒരു സ്വാതന്ത്ര്യം സത്യത്തിൽ ചെറുകഥയിലില്ല. നമുക്ക് നമ്മളുടെ ഏകാഗ്രത കുറേ കൂടെ വേണ്ട ഒരു കാര്യമാണ് ചെറുകഥ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എഴുതുന്ന സമയത്ത് ഞാൻ ആ മീഡിയത്തെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാവും. ഇത് എഴുതുന്നത് ചെറുകഥയാണ് എന്നുള്ള ധാരണയോടുകൂടി തന്നെ എഴുതുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു എസ്തെറ്റിക് ക്ലാഷ് ഇല്ല. ഇനി എത്ര കാലം എടുക്കും അടുത്തൊരു സിനിമ അല്ലെങ്കിൽ അത് പുസ്തകം അറിയത്തില്ല, സിനിമയുടെ കാര്യവും അറിയത്തില്ല. കാരണം സിനിമ ഈ പറയുന്നത് നമ്മൾ എഴുതിയ തിരക്കഥകൾ ഒന്നിലധികം ഉണ്ട്. അത് വെച്ചാൽ എപ്പം സിനിമയാവും റിലീസാവും എന്നുള്ളത് നമ്മുടെ മാത്രം കയ്യിലല്ലല്ലോ. അത് ഒരു പ്രോജക്റ്റായി സംഭവിക്കേണ്ടതല്ലേ. പുസ്തകം അടുത്ത വർഷം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയും ആളുകൾ തിയേറ്ററിൽ വരണം. അപ്പോൾ ആ വരാത്ത ആളുകളോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഈ സിനിമ ബേസിക്കലി ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. വളരെ ത്രില്ലിംഗ് ആയ മൊമെൻറ്റുകളുള്ള, അത്യാവശ്യം മിസ്റ്ററിയൊക്കെ ഉള്ള ഒരു ഇമോഷണൽ സിനിമയാണ്. നമുക്ക് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഇമോഷണൽ ഫീലൊക്കെ വരുന്ന, ഒരു കനമൊക്കെ വെക്കുന്ന ഒരു സിനിമയാണ്. അപ്പം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ
നിന്നിറങ്ങുമ്പം ഈ മനസ്സിൽ ഈ സിനിമ ഉണ്ടാവും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനത്തെ ഒരു സിനിമ കാണാൻ എല്ലാവരും വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ നന്ദി ആരോടാണ് പറയാനുള്ളത്? അത് സ്വാഭാവികമായിട്ടും പ്രേക്ഷകരോട് തന്നെയാണ്. കാരണം റിലീസ് ചെയ്ത ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ ആള് തന്നൊരു മൗത്ത് പബ്ലിസിറ്റിയാണ് സിനിമയെ വിജയത്തിലെത്തിച്ചത്. കാരണം നമ്മൾ കൊടുക്കുന്ന പ്രൊമോഷനോ ഒക്കെ അപ്പുറത്ത് ഈ സിനിമ കണ്ടിറങ്ങിയിട്ട് ആളുകൾ ഇത് നല്ലൊരു സിനിമയാണ്, ചെറിയ വേദന തോന്നി, സങ്കടം വന്നു, കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കൊടുത്ത ഒരു മൗത്ത് പബ്ലിസിറ്റിയാണ് സിനിമയെ സക്സസ് ആക്കിയത്. അപ്പം പ്രേക്ഷകരോടാണ് എല്ലാ കാലത്തും നന്ദിയുള്ളത്. ഒരു സിനിമാറ്റിക് സ്കോപ്പിൽ 100% വിജയിച്ച ഒരു സിനിമയാണ്. കൂടുതലായി ഇനിയും താങ്കളുടെ തിരക്കഥാകൃത്ത് മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ, തിരക്കഥ മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ. ഇനിയും ഒരുപാട് നല്ല പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.